കൊട്ടിഘോഷിച്ച് സർക്കാർ പ്രഖ്യാപിച്ച കാരവൻ ടൂറിസം കട്ടപ്പുറത്ത്. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വൻ മുതൽക്കൂട്ടാകുമെന്ന് അവകാശപ്പെട്ട് തുടങ്ങിയ പദ്ധതി പേരിനൊരു കാരവൻ പോലുമല്ലാത്ത അവസ്ഥയാണ്. വിനോദസഞ്ചാര വകുപ്പിൻ്റെ വൻ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് കാരവൻ പാർക്കും തുടങ്ങാൻ പണം നിക്ഷേപിച്ച സംരംഭകരിൽ മിക്കവരും കോടികളുടെ നഷ്ടത്തിലും കടക്കണിയിലുമാണ്. വിവരങ്ങളുമായി SP ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, ഈ നിക്ഷേപക സംഗമം കൊച്ചിയിൽ നടക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഇവിടെ നിക്ഷേപകർ പരിശ്രമിച്ചിട്ടും നടക്കാതെ പോകുന്ന ഒരു പദ്ധതി ഉണ്ടാകുന്നത്. ആരുടെ അലംഭാവം കൊണ്ട്? തീർച്ചയായിട്ടും കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ സർക്കാരിനെ നമുക്കിതിൽ ഏറ്റവും ഒരു വാക്കും പാലിക്കാത്തൊരു സർക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് അവർ വിശേഷിപ്പിക്കാവുന്നതാണ്. സർക്കാരിൻ്റെ വിലകളെല്ലാം അല്ലെങ്കിൽ സർക്കാരിൻ്റെ വാക്കുകളെല്ലാം പൊള്ളയായ വാക്കുകളാണ് എന്നതിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. 2021 നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് ഇങ്ങനെ ഒരു പദ്ധതി, കാരവാൻ ടൂറിസം എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നത്, പ്രഖ്യാപിച്ചത്. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ പദ്ധതി വൻ മുതൽക്കൂട്ടാകും, നമ്മുടെ തിരുവനന്തപുരത്തെ ഹിൽ സ്റ്റേഷനായ പൊന്മുടിക്ക് ഇത് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണെന്ന് അദ്ദേഹം വലിയ വാക്കുകളിലൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വെറും വാക്കിൽ അത് വെറും വാക്കാണ്, ആ വാക്കിൽ ഒരു വിലയുമില്ല എന്ന്, സർക്കാരിന്റെ വാക്ക് വെറും പൊള്ളയാണ് എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ. ആ പദ്ധതി വെറും വെള്ളത്തിലായിരിക്കുകയാണ്. കൊട്ടിഘോഷിച്ച് തുടങ്ങിയ പദ്ധതി ആദ്യത്തെ അതിന്റെ പരസ്യത്തിനായി, അതിന്റെ ഒരു പ്രചരണത്തിനായി വേണ്ടി ചെലവാക്കിയത് 90 ലക്ഷം രൂപയായിരുന്നു. രണ്ടാമത് വീണ്ടും ഒന്നും കൂടി അതിനെ ഒന്ന് മോടി പിടിപ്പിച്ചെടുത്ത് 1,08,00,000 അവർ വീണ്ടും ആ ഒരു പദ്ധതി ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുകയുണ്ടായത്. എന്നാൽ ഇതെല്ലാം വെറും പേപ്പറുകളിലും വാക്കുകളിലും മാത്രം, ക്യാമറയ്ക്ക് മുന്നിലുള്ള കുറച്ച് ആൾക്കാരുടെ മുഖങ്ങൾ നല്ല രീതിക്കൊന്ന് പതിയാൻ വേണ്ടി മാത്രം ഒതുങ്ങിയിരിക്കുന്ന വാക്കുകളായിട്ട് മാറി എന്നുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിക്കുന്നത് അവിടുത്തെ സംരംഭകരാണ്. അവരുടെ ഒരുപാട് ആഗ്രഹങ്ങളും അതുപോലെ തന്നെ അവരുടേതായ ആവശ്യങ്ങൾ എല്ലാം അവർ നിർത്തിക്കൊണ്ട് ബാക്കി നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ടൂറിസത്തിന്റെ ഒരു മുതൽക്കൂട്ട് എന്ന രീതിക്ക് അവരുടെ കയ്യിൽ നിന്നും മുടക്കിയ പണമെല്ലാം വെറും വെള്ളത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പൊന്മുടി ഇങ്ങനെ ഒരു ടൂറിസം വന്നു കഴിഞ്ഞാൽ വൻ തോതിൽ പൊന്മുടിയിൽ ടൂറിസ്റ്റുകൾ അടക്കം നിരവധി പേർ അവിടെ എത്തുമെന്ന കാര്യത്തിൽ വളരെ നിക്ഷേപക സംഗമം കൊച്ചിയിൽ തുടങ്ങാനിരിക്കെ ഈ വാർത്തയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. വരും മണിക്കൂറുകളിൽ അത് നമുക്ക് വലിയ പ്രാധാന്യത്തോടെ നൽകേണ്ടതുമുണ്ട്.